പ്രിയമുള്ളവരെ, നമ്മളിന്ന് കോവിഡ്-19 കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ വരുമാനമുണ്ടാക്കാമെന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് മാത്യൂസ്. വയനാട്ടിലാണ് താമസിക്കുന്നത്. വെൽനസ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഇതൊന്ന് ശ്രമിച്ചു കഴിഞ്ഞെന്നാൽ നമ്മൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നതിനോടൊപ്പം നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു 6 തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് വളരെ പെട്ടെന്ന് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞെന്നാൽ നമുക്കറിയാം, ഇന്ന് മഴക്കാലമാണ്. മഴ കാര്യഗൗരവത്തോടുകൂടി പെയ്യുന്നില്ലെങ്കിലും മഴ ഉടനെ തന്നെ ശക്തമാക്കപ്പെടും. ഇന്ന് മഴയുടെ സമയത്ത് നമ്മൾക്ക് അനുഭവപ്പെടുന്ന ചില അസുഖങ്ങൾ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം, അതിന് ആയുർവേദത്തിലെ ചില വളരെ പ്രധാനപ്പെട്ട ചില ഔഷധങ്ങളും പ്രിവെൻറ്റീവ് സപ്ലിമെൻറ്റുകളും ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഇന്ത്യയിലെ വളരെ പ്രമുഖമായ കമ്പനിയായ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് ഒന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കഫ് സിറപ്പാണ്. നമ്മൾ വിചാരിക്കും, എന്തിനാണ് ഈ കഫ് സിറപ്പിനെ കുറിച്ച് പറയുന്നത്? നമുക്കറിയാം, ആയുർവേദത്തിൽ 3 തരത്തിലുള്ള വ്യാധികളാണുണ്ട്. 1 വാതം, 2 പിത്തം, 3 കഫം. കഫത്തെ തന്നെ നമുക്ക് ആദ്യം എടുക്കാം. കഫ് സിറപ്പ് കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന കഫം അത് പുറത്തു പോകും. കഫം ഉള്ളിൽ നിന്ന് കഴിയുമ്പോൾ ഒരുപാട് രോഗങ്ങൾ നമ്മളെ ആക്രമിക്കുകയും പലവിധ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കഫ് സിറപ്പ് എന്ന് പറയുന്നത്, ഈ പ്രോഡക്റ്റ് വളരെ നല്ല ഒരു ഉൽപ്പന്നമാണ്. ആടലോടകമാണ് ഇതിനകത്ത് പ്രധാനമായ ഇൻഗ്രീഡിയൻറ്റ്. അതുപോലെ തന്നെ തുളസി, ഇതൊക്കെയാണ്. വളരെ പെട്ടെന്ന് തന്നെ കഫക്കെട്ട് മാറുന്ന ഒരു പ്രോഡക്റ്റാണ് കഫ് സിറപ്പ്. ഇത് കഴിക്കുന്ന സമയങ്ങളിൽ ചില ആളുകൾക്ക്, കഫക്കെട്ട് കൂടുതലുള്ള ആളുകൾക്ക് ചിലപ്പോൾ കഫം ഒന്ന് അധികരിച്ചേക്കും. കാരണം അവിടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന കഫം പുറത്തേക്ക് വരാൻ അവന് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും അത് കംപ്ലീറ്റ് ക്യൂറാവുന്ന ഒരു ഔഷധമാണ് കഫ്നിൽ. ഇതിന് ചെറിയ വിലയേ ഉള്ളൂ. ഇത് നമുക്ക് 1-2 ബോട്ടിൽ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ കഫവുമായിട്ട് ബന്ധപ്പെട്ട ജലദോഷം, ഇപ്പോഴുണ്ടാവുന്ന ജലദോഷപ്പനി, ഈ സമയത്തുണ്ടാവുന്ന വൈറൽ ഫീവറുണ്ട്, ഇൻഫ്ലുവൻസ വൈറസ്, അതായത് പടർന്നു പിടിക്കുന്ന ഒരു വൈറസാണ്. അത് പെട്ടെന്ന് തന്നെ മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ ഒരു പ്രോഡക്റ്റാണ് ബ്ലഡ് പ്യൂരിഫയർ. ഇത് രക്തം ശുദ്ധി ചെയ്യുക. രക്തം ശുദ്ധി ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും, എന്തിനാണ് നമുക്ക് രക്തം ശുദ്ധി ചെയ്യുന്നത്? ഇന്നിപ്പോൾ നമ്മുടെ രക്തത്തിൽ ഒരുപാട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സമയമാണ്. കാരണം ഒരുപാട് വിഷജന്യമായ വസ്തുക്കളാണ് നമ്മുടെ ഉള്ളിൽ ദിവസവും നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണെങ്കിലും അന്തരീക്ഷത്തിലാണെങ്കിലും എങ്ങനെ നോക്കിയാണെങ്കിലും നമ്മൾ വിഷജന്യമായ വിഷങ്ങൾ ഒരുപാട് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് എല്ലാവരോടും സ്വന്തം വീടുകളിൽ തന്നെ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് നമ്മൾക്ക് പാകപ്പെടുത്താൻ വേണ്ടി പറയുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം, നമുക്ക് നമ്മുടെ പച്ചക്കറികളിലൊക്കെ അടിച്ചു വരുന്ന വിഷങ്ങൾ ഒരു മനുഷ്യരാശിയെ തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്നത് എത്ര വിഷങ്ങളാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിന് പ്രതിരോധിക്കാനുള്ള ശക്തി ഉള്ളതുകൊണ്ടാണ് ഈ വിഷം നേരിട്ട് നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യാത്തത്.
നമുക്ക് എന്ന് അറിയാലോ, എൻഡോസൾഫാൻ കാസർഗോഡ് മാത്രം അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് എൻഡോസൾഫാൻ അടിച്ച് എത്രയോ ആളുകളാണെന്നും മാരകമായ ഇതിൽ. എന്നാൽ ചില പച്ചക്കറികളിലൊക്കെ പുറത്തു നിന്നിരുന്ന് വരുന്ന പച്ചക്കറികളിലൊക്കെ ഇത്തരം കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു കാലത്ത് മനുഷ്യൻ മരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാണ് ഫ്യൂരിഡാൻ. ഈ ഫ്യൂരിഡാൻ ഇന്ന് നമ്മുടെ വാഴയുടെ ചുവട്ടിലൊക്കെ ഇട്ട്, അതും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ വാങ്ങി വാഴപ്പഴം കഴിക്കുമ്പോഴും വാഴയ്ക്ക കഴിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലുകയും നമ്മുടെ ശരീരം പെട്ടെന്ന് തന്നെ ഇത് പ്രതികരിക്കാൻ പറ്റാതെ ഇരിക്കുമ്പോഴാണ് പല വിധത്തിലുള്ള രോഗങ്ങൾ നമ്മളെ ആക്രമിക്കപ്പെടുന്നത്. ഇന്ന് നമുക്കറിയാം, ക്യാൻസറൊക്കെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പണ്ടത്തെ പോലെയല്ല, ഇന്ന് ഏറ്റവും കൂടുതൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ. അതുപോലെ തന്നെ ഷുഗർ കംപ്ലൈൻറ്റ്, ഹാർട്ട് അറ്റാക്ക് തുടങ്ങി ഒരുപാട് രോഗങ്ങൾ നമ്മളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് നമുക്കൊന്നും മോചനമുണ്ട്? അപ്പോൾ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ഈ ബ്ലഡ് പ്യൂരിഫയർ കഴിക്കുമ്പോൾ ഇത്തരം രോഗങ്ങളിൽ നമുക്ക് പരിധിവരെ രക്ഷപ്പെടാനും നമുക്ക് കഴിയും. നമുക്കറിയാലോ, രക്തം ശുദ്ധിയാകുക എന്ന് പറയുമ്പോൾ തന്നെ പാതി ശുദ്ധി വന്നു എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്തുകൊണ്ട് ശരീരത്തെ നല്ല ഓജസ്സും തേജസ്സും ഉള്ളതാക്കി, രക്തപ്രവാഹം നല്ല സുഗമമാക്കി, നല്ല ചർമ്മകാന്തി തന്ന്, നല്ല ശ്വസന പ്രക്രിയ തന്ന്, നല്ല ദഹന പ്രക്രിയ തന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു അത്യുത്തമമായ ഒരു പ്രോഡക്റ്റാണ് ബ്ലഡ് പ്യൂരിഫയർ. ഇത് നമുക്ക് രാവിലെയും വൈകുന്നേരവും ഭക്ഷണത്തിന് ശേഷം 2 സ്പൂൺ പ്രായമുള്ള ആളുകൾക്കും പ്രായം കുറഞ്ഞ ആളുകൾക്ക്, ചെറിയ കുട്ടികൾ ഇത് കഴിക്കണമെന്നില്ല, കുട്ടികൾക്കും ഇത് കഴിക്കാം. ഇത് കഴിക്കുമ്പോൾ ഒരുപാട് രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടാവും. അതായത് ശരീരത്തിലുണ്ടാകുന്ന അലർജി, തുമ്മൽ, ജലദോഷം, കൂടെ ഉണ്ടാകുന്ന അലർജി, ഇസ്നോഫീലിയ കൂടുന്ന അവസ്ഥ, ചില ആളുകൾക്ക് ഷുഗർ കംപ്ലൈൻറ്റ് മാറുന്നുണ്ട്. അതുപോലെ തന്നെ സോറിയാസിസ് പോലെ സ്കിൻ ഡിസീസ്, അലർജി, അങ്ങനെ ഒരുപാട് നിരവധിയായ രോഗങ്ങൾ. പിന്നെ കൂടാതെ അതിനകത്ത് ത്രിഫല അടങ്ങിയിരിക്കുന്നു. ഏകദേശം 16ഓളം പച്ചമരുന്നുകൾ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ മഞ്ഞൾ അടങ്ങിയിരിക്കുന്ന ഒരു സിദ്ധ ഔഷധമാണ്. മഞ്ഞൾ നമുക്കറിയാലോ, ഇന്നിപ്പോൾ നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് പല വിധത്തിലുള്ള പ്രിവെൻറ്റീവ് സപ്ലിമെൻറ്റുകളും കഴിക്കണമെന്ന് നമ്മളോട് ആയുഷ് മന്ത്രാലയവും നമ്മുടെ സർക്കാരുമൊക്കെ പറയുമ്പോൾ മഞ്ഞളിനകത്ത് ഒരുപാട് പ്രിക്കോഷൻ ഉണ്ട്. അതുപോലെ ത്രിഫലയ്ക്കകത്തും ഒരുപാട് പ്രതിരോധശേഷി. ത്രിഫല സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാൾക്ക് 1 സ്പൂൺ ത്രിഫല ഒരു സ്പൂൺ തേനും കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരില്ല എന്നാണ്. അതുപോലെ തന്നെ മൂത്രത്തിൽ പഴുപ്പുള്ള ആളുകൾ, യൂറിക് ആസിഡ് ഉള്ള ആളുകൾ, മൂത്രം ചുടിയിലുള്ള ആളുകൾ, ഇങ്ങനെ തുടങ്ങിയ നിരവധി രോഗങ്ങളുള്ള ആളുകൾക്ക് നമ്മുടെ ഈ ബ്ലഡ് പ്യൂരിഫയർ വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കഴിക്കാം. നെക്സ്റ്റ് നമ്മുടെ ബിലോ 37 എന്ന് പറയും. എന്താണെന്ന് വെച്ചെന്നാൽ പനിയുമായി ബന്ധപ്പെട്ട ഒരു ക്യാപ്സൂളാണ്. നല്ലതെന്ന് പറയുമ്പോൾ പാരസെറ്റമോൾ കഴിക്കണ്ട. പാരസെറ്റമോൾ കഴിക്കാതെ തന്നെ നമുക്കിത് കഴിക്കുമ്പോൾ രാവിലെയും വൈകുന്നേരവും ഓരോ ഗുളിക കഴിച്ചെന്നാൽ 5 ദിവസം കഴിച്ചാൽ മതിയും. 5 ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്ന പനിയുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കണം. അപ്പോൾ ഇത് പനി വരാതിരിക്കാനും നല്ലതാണ്, പനി മാറാനും വളരെ നല്ലതാണ്. ബിലോ 37 ഉപയോഗിക്കാം. 1 ഗുളിക രാവിലെ, 1 ഗുളിക വൈകുന്നേരം ഉപയോഗിക്കാം. അത് പനിക്കുന്ന സമയത്ത് വേണമെങ്കിൽ 3 നേരം ഉപയോഗിക്കുന്നതിന് കൊണ്ടും തെറ്റില്ല. ഏറ്റവും നല്ല പച്ചമരുന്നാണ്. നമ്മൾ പാരസെറ്റമോൾ പോലെ വളരെ കുഴപ്പം പിടിച്ച സാധനങ്ങളൊന്നും നമ്മൾ കഴിക്കണ്ട. ഇത് നമുക്ക് 5 ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട അസുഖങ്ങൾ, പനിയൊക്കെ മാറും. അത് കൂടാതെ ശരീരത്തിന് കൂടെ ചൂടുണ്ടാകുന്ന ആളുകളുടെ ഉഷ്ണ പ്രകൃതിയുള്ള ആളുകൾക്ക് ഇത് വളരെ അത്യുത്തമമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഉൽപ്പന്നമാണ്, മറ്റൊരു സപ്ലിമെൻ്റാണ് ആയുഷ്വാസ്.
അതായത് നമ്മുടെ കഫക്കെട്ടുമായി ബന്ധപ്പെട്ട് അലർജിയായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാലോ, ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾക്ക് ബ്രോങ്കൈറ്റിസ്, ആസ്മ, ശ്വാസം മുട്ട് പോലത്തെ അസുഖങ്ങൾ. മിക്ക ആളുകൾക്കും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പം ഇൻഹീലർ വലിക്കുക എന്ന് പറയുന്ന കുഴപ്പമാണ്. ഇൻഹീലർ, അത് ഗുളിക ഇതിലിട്ടിട്ട് വലിച്ചു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് സുഖം കിട്ടും. എന്നാൽ നമുക്ക് ഈ ആശ്വാസം കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് വളരെ ശ്വാസം മുട്ടുള്ള ആളുകൾ 2 പ്രാവശ്യമെങ്കിലും കഴിക്കേണ്ടി വരും, 2 കുപ്പിയിലും ചുരുങ്ങിയത് കഴിക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് കൃത്യമായി അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടിൽ നിന്നും മോചനം നേടാൻ പറ്റും. അതുപോലെ തന്നെ അലർജി, സ്ഥിരമായിട്ട് അലർജി ഉള്ള ആൾക്കാർ ഒക്കെ ഇത് കഴിക്കാം. യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ലാത്ത 100% ആയുർവേദമായ ഈ സിദ്ധ ഔഷധങ്ങൾ നമ്മൾ കഴിച്ച് നമുക്ക് ശ്വാസം മുട്ടും, അതുപോലെ അലർജി, തുമ്മൽ, ചീറ്റൽ, ചില ഒരു 30, 35, 40% ആളുകൾക്കും കണ്ടുവരുന്ന ഒരു ഏറ്റവും വലിയൊരു കുഴപ്പമാണ് ഈ അലർജി. അതിന് വളരെ നല്ലതാണ്. അലർജിക്ക് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന വേറൊരു പ്രോഡക്റ്റ് ഉണ്ട്, ആൻറ്റി അലർജി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് നമുക്ക് സംസാരിക്കാം. ഇപ്പം ആയുസ് പാസ്, ആയുസിന് കൂടുതൽ ദീർഘം കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെയാണ് എന്ന് തോന്നുന്നു അതിൻ്റെ പേര്. അതുപോലെ തന്നെ മറ്റൊരു പ്രോഡക്റ്റാണ് കവചപ്രാശം. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ ഒരു ഉൽപ്പന്നമാണ് കവചപ്രാശം. ഇത് നമ്മുടെ ശരീരത്തിന് എല്ലാവിധ ഇൻറ്റേർണൽ ഓർഗൻസും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും വളരെ 100%, അതുകൊണ്ട് ശരീരത്തെ മൊത്തം കവചം ചെയ്യും. അശ്വഗന്ധാദി ലേഹത്തിൻ്റെയും ചവനപ്രാശത്തിൻ്റെയും ഒരു കോമ്പിനേഷൻ. അത് നമുക്കറിയാലോ, അശ്വഗന്ധം ഏറ്റവും ഒരു കടുകുമണിയോളം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കുതിരയെപ്പോലെ ശക്തി ഉണ്ടാവുമെന്നാണ് പണ്ട് ആയുർവേദ ഭിക്ഷുകരന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. അത് നമുക്ക് ഈ മഴക്കാലത്ത് എല്ലാ ആളുകളും ഈ കവചപ്രാശം കഴിക്കണം. നമുക്കറിയാം, നാട്ടിലൊക്കെ ഇപ്പോൾ കുടുംബശ്രീകളൊക്കെ പൊടിമരുന്ന്, ഇടിമരുന്ന്, ഇത് മുമ്പേ നമ്മുടെ സ്ത്രീജനങ്ങളൊക്കെ ചെയ്തു വരുന്നതാണ്. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും കർക്കിടക മാസത്തിൽ കർക്കിട ലേഹ്യം എന്ന് പറയുന്ന മരുന്ന് ഇടിച്ച് പൊടിച്ച് അതൊരു മാസം 41 ദിവസം കഴിക്കുന്നൊരു ശീലമുണ്ട്. ഇന്നിപ്പോൾ ആളുകൾക്കൊന്നും അത് ഇല്ല. അതില്ലാത്തത് കൊണ്ട് തന്നെയാണ് പല രോഗങ്ങളും നമ്മളെ ആക്രമിച്ച് കീഴടക്കുന്നത്. എന്തെല്ലാം അസുഖങ്ങളുണ്ടെന്ന് ഇന്ന് ചെറുപ്പത്തിലെ തന്നെ വാർദ്ധക്യം വരിക. ശരീരവേദനയില്ലാത്ത ആളുകളുണ്ടോ? നടുവേദന, കൈകാൽ മുട്ട് കഴപ്പ്, ക്ഷീണം, എന്തിനും ഊർജ്ജസ്വലതയില്ല, ഒരു കാര്യത്തിനും ഊർജ്ജസ്വലതയില്ല. നമ്മൾ ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണോ? ഇന്ന് അമിതമായ ഭക്ഷണം, അമിതമായ ഫുഡാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സസൈസ് ഇല്ലാതെ അമിതമായ ഫുഡ് കഴിച്ച് അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളുണ്ടാവുന്ന ആളുകൾക്ക് ഈ കവചപ്രാശം വളരെ നല്ലതാണ്. അതുപോലെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടിട്ട പല രോഗങ്ങൾക്കും ഈ കവചപ്രാശം നല്ലതാണ്. അതുപോലെ തന്നെ പിസ്റ്റുല ഉണ്ടാകുന്ന ഫിഷർ, പൈൽസ്, ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഒക്കെയുള്ള ആളുകൾ, കൂടുതൽ വേദന, ശരീരത്തിന് കൂടുതൽ വേദനയുള്ള ആളുകൾക്ക് കവചപ്രാശത്തിൻ്റെ കൂടെ ബ്ലഡ് പ്യൂരിഫയറും കൂടെ കഴിച്ചാൽ അത്യുത്തമമാണ്, വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് ഏകദേശം 10-40ഓളം ആയുർവേദ പച്ചമരുന്നുകൾ ചേർത്തുണ്ടാക്കുന്നതാണ്. യുനീക്ക് പ്രോഡക്റ്റാണ്. നമ്മുടെ ഈ പറയുന്നതെല്ലാം യുനീക്ക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പകരം വെക്കാനില്ലാത്ത പ്രോഡക്റ്റുകളാണ്. ലോകത്തിൽ വേറെ എവിടെയും ഇത്തരം നല്ല ആയുർവേദത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ലോകത്തിലെവിടെയും കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് വിദേശ രാജ്യത്തും ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയി മാർക്കറ്റ് ചെയ്യാം, അവിടെയുള്ള ആളുകൾക്ക് കഴിക്കാം. ഇത് യാതൊരു പ്രശ്നങ്ങളുമില്ല. ഗവൺമെൻറ് 100% സർക്കാർ അപ്രൂവ്ഡ് ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. ഇതിപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മളിതെല്ലാം കഴിക്കണം. അതുകൊണ്ടാണ് ഞങ്ങളിത് പ്രത്യേകം പറയുന്നത്. ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകേണ്ട ഒരു അത്യാവശ്യമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത് കഴിക്കുന്നതിനെ കൊണ്ട് ശരീരത്തിന് ഏറ്റവും നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടുകയും നമ്മൾ ധൈര്യപൂർവ്വം നമുക്ക് മുൻപോട്ട് പോകാനും കഴിയുന്ന ഉൽപ്പന്നങ്ങളാണ് ഞാനീ പറഞ്ഞു വരുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു ഉൽപ്പന്നമാണ് 9E5. ഏകദേശം
10-15ഓളം പഴങ്ങളുടെ എക്സ്ട്രാക്റ്റാണ്. ഇത് ബെറി ഫുഡ്സ്. ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം രോഗങ്ങളുണ്ടോ ആ രോഗങ്ങളെല്ലാം വിട്ടുപോകും. ക്ഷീണം തീരെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെല്ലാം വളരെ വളരെ നല്ലതാണ് കോശങ്ങൾക്കൊക്കെ. ഇത് രാവിലെയും വൈകുന്നേരവും, അത് അസുഖങ്ങളുള്ള ആളുകൾക്ക് രാവിലെയും വൈകുന്നേരവും കഴിക്കാം. അസുഖമില്ലാത്ത ആളുകൾ രാവിലെ വെറും വയറ്റിൽ ഒരു സാഷ പൊട്ടിച്ചൊഴിച്ച് ഗ്ലാസ്സിലൊഴിച്ച് നിറയെ വെള്ളം ഒഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 250ഓളം രോഗങ്ങളെ ഇത് പ്രതിരോധിക്കുന്നുണ്ടെന്നാണ്. അമേരിക്കൻ്റെ ബ്രോൺസിക് ലാബ് ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ലാബറട്ടറിയാണ്. അത് അവർ അംഗീകരിച്ചിട്ടുള്ള സാധനമാണ്. അവരുടെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതും ഒരു യൂണീക്ക് പ്രോഡക്റ്റാണ്, നമുക്ക് പുറമേ കിട്ടാനില്ലാത്തതാണ്. ഈ ബെറി ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും ഒരുപാട് ഗുണങ്ങളുണ്ട്. കണ്ണിന്, അതുപോലെ ത്വക്കിന്, എല്ലിന്, പല്ലിന്, മുടിക്ക് എല്ലാത്തിനും അഴകുണ്ടാവും. അപ്പോൾ ഇത്തരം പ്രോഡക്റ്റുകളാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതും. ഇത് നമ്മൾ വാങ്ങി ഈ കാലഘട്ടത്തിൽ കഴിക്കുക. അപ്പോൾ ഞാൻ ഇത്രയും പ്രോഡക്റ്റാണ് ഇപ്പം ഞാൻ സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതെങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സംതൃപ്തിയുള്ള ഉൽപ്പന്നങ്ങളാണെങ്കിൽ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാം. റെക്കമെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ബോധപൂർവം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പനി നിങ്ങൾ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ആവശ്യക്കാർക്കോ കമ്പനി നമുക്കൊരു ഫ്രീ ആയിട്ട് ഒരു ID നമ്പർ തരും. ഈ ID നമ്പർ എന്ന് പറയുന്നത് നമ്മൾക്ക് ആജീവനാന്ത കാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അക്കൗണ്ട് നമ്പറാണ്. ഈ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ഇത് നമ്മൾക്കൊരാൾക്ക് വെറുതെ തരില്ല. ഒരാൾ നമ്മളെ എന്ത് ചെയ്യണം, നമ്മളെ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കമ്പനീൻ്റെ സോഫ്റ്റ്വെയറിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യൂ. അപ്പോൾ ഒരാൾ നമ്മളെ റെക്കമെൻഡ് ചെയ്യണം. നമ്മൾക്കും ഒരാളെ എന്ത് ചെയ്യാം, 1-2 പേരെ നമ്മൾ റെക്കമെൻഡേഷൻ വഴി നമുക്കും ആളുകളെ പരിചയപ്പെടുത്താൻ പറ്റും. അപ്പം നമ്മൾ ഉപയോഗിച്ച് നമുക്ക് സംതൃപ്തിയുള്ള ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർക്കും ഒരു വരുമാനം കിട്ടും, നമുക്കും ഒരു വരുമാനം കിട്ടും. ആ വരുമാനം എങ്ങനെയാണ് കിട്ടുന്നത്? ഇന്ന് നമുക്കിത് ലോകത്തിലെ വീട്ടിലിരുന്നു കൊണ്ട് എല്ലാ ആളുകൾക്കും ഫോൺ വഴി അല്ലെങ്കിൽ സൂം മീറ്റിങ്ങുകൾ വഴി നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താൻ പറ്റും. ആവശ്യക്കാർ ഇത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബിസിനസ് ആവുകയും ചെയ്യും. അതിന് ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം വഴി വേണം നമ്മളിത് പരിചയപ്പെടുത്താനും ആളുകളെ ഇത് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് മാർക്കറ്റുകളിൽ കിട്ടില്ല. ഇത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനി വഴിയാണ്. ഈ മാർക്കറ്റിംഗ് കമ്പനി വഴിയാണ് നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താ വെച്ചാൽ മാർക്കറ്റിംഗ് കിട്ടുകയില്ല. ഇതിന് ഇടനിലക്കാരും പരസ്യമില്ല. ഇടനിലക്കാർക്കും പരസ്യത്തിനും കൊടുക്കുന്ന ആ പണമാണ് കമ്പനി നമുക്ക് വീതിച്ചു തരും. അതെങ്ങനെ വീതിച്ചു തരും? അതിന് ഒരു സംവിധാനമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ കടയിൽ പോയിട്ട് ഒരു പേസ്റ്റ് വാങ്ങിക്കാമെന്ന് വിചാരിക്കാം. ഒരു കോൾഗേറ്റ് പേസ്റ്റ് വാങ്ങിയെന്ന് വിചാരിക്കാം. 100 ഗ്രാമിൻ്റെ പേസ്റ്റ്, ഉദാഹരണമാണ് പറയുന്നത്, 100 ഗ്രാമിൻ്റെ പേസ്റ്റിന് ഒരു 100 രൂപ വരെ ഉണ്ടെന്ന് വിചാരിക്കാം. അത് മാർക്കറ്റിൽ നമ്മൾ കോൾഗേറ്റ് എന്ന് പറയുന്ന സാധനം ഇന്നിപ്പം എല്ലാവരും ഒരു പേസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ കോൾഗേറ്റാണ് പോയി വാങ്ങിക്കുക. അപ്പോൾ അവർ എങ്ങനെയാണത് പരസ്യപ്പെടുത്തിയില്ല? നല്ല സിനിമാ നടന്മാരൊക്കെ ഇത് പരസ്യപ്പെടുത്തി. അതുപോലെ തന്നെ ഇവർ ഇടനിലക്കാർ, ഒരു 5, 8, 9, 10 ഇടനിലക്കാർ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടാണ് ഈ ഉൽപ്പന്നം നമ്മൾ പോയി വാങ്ങിക്കുന്ന റീറ്റെയിൽ ഷോപ്പിൽ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഇടനിലക്കാരും പരസ്യക്കാരുമില്ല. ഇതിന് ഇടനിലക്കാർക്കും പരസ്യത്തിനും കൊടുക്കുന്ന 40% എന്ത് ചെയ്യുന്നു, നമുക്ക് തന്നെ വീതിച്ചു തരുന്ന ഒരു രീതിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇന്ന് ലോകത്തിലെല്ലാവരും വിജയിച്ചിട്ടുള്ള പല വികസിത രാജ്യങ്ങളും വിജയിച്ചതിൻ്റെ പിന്നിൽ തന്നെ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ നമുക്കും ഇത് പരിചയപ്പെടുത്തി ആളുകളെ ഈ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് രൂപ ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു മഹത്തായൊരു പ്രസ്ഥാനമാണ്. ഇതിനകത്തൊരു പ്രത്യേകമായൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. ഈ പ്രോഡക്റ്റുകൾ നമ്മൾ വില കൊടുത്ത് വാങ്ങിയാൽ മതി. നമുക്കത് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും. ഹോൾസെയിൽ പ്രൈസിലെന്ന് പറയുമ്പോൾ 15% മുതൽ 40% വരെ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുമാണ്. എന്ന് പറയുന്ന ഒരു ബ്ലഡ് പ്യൂരിഫയറിന് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കപ്പ് സിറപ്പ് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് 120 രൂപയ്ക്ക് കിട്ടും. നമുക്ക് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ 195 രൂപയ്ക്ക് അത് റീറ്റെയിൽ ചെയ്യാം. അതിന് ഒന്നാമത്തെ വരുമാനം നമുക്ക് റീറ്റെയിൽ ചെയ്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഇന്നിപ്പോൾ കോവിഡ് ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുകയില്ല. അങ്ങനെ കൂടുതൽ ആൾക്കാരുടെ ഇടയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താന്ന് ചോദിച്ചാൽ നമ്മൾ 1-2 സുഹൃത്തുക്കളെ ഈ വിഷയം പഠിപ്പിച്ചുകൊണ്ട് ഒന്നുകിൽ നമുക്ക് വീഡിയോ കോൺഫറൻസ് വഴി അല്ലെങ്കിൽ ഫോൺ വഴി നമുക്ക് ഈ വിഷയം പഠിപ്പിച്ചുകൊണ്ട് അവർക്കും പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് അവരുടെ ആരോഗ്യം നന്നാക്കാൻ വേണ്ടി, അവരുടെ ആരോഗ്യം നന്നായിട്ട് ലോകത്തിലെല്ലാവർക്കും ഈ ആരോഗ്യം നന്നാവേണ്ട കാലഘട്ടം ഒന്നായിക്കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് അവരെ ഈ ബിസിനസ് പരിചയപ്പെടുത്താം. അപ്പോൾ അവരും വാങ്ങി സാധനം ഉപയോഗിച്ചു. 5000 രൂപേൻ്റെ സാധനം ഒരാൾ വാങ്ങി അല്ലെങ്കിൽ 2 പേര് വാങ്ങി. ഇത് 2 ഓർഗനൈസേഷൻ വേണം. 2 ഓർഗനൈസേഷനിലൂടെയാണ് നമുക്ക് ഈ ബിസിനസ് മുമ്പോട്ട് പോകാം. 2 പേര് 5000 രൂപേൻ്റെ സാധനം വാങ്ങിയാൽ അതിൻ്റെ 12% കമ്മീഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ രീതി. അങ്ങനെ ആഴ്ചയിൽ 1000 രൂപ മുതൽ 2,10,000 രൂപ വരെ നമുക്ക് വാങ്ങിക്കാനുള്ള ഒരു സുവർണ അവസരം ഇവിടെയുണ്ട്. ഇനി ആ 2,10,000 ഒക്കെ ചിലപ്പോൾ 1-2 വർഷങ്ങളൊക്കെ കഴിയുമ്പോഴാണ്, 2-3 വർഷങ്ങളൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ ടീമിൽ ആളുകൾ വന്നു. ഇപ്പോൾ എങ്ങനെയാണെങ്കിലും 12% കമ്മീഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു രീതി നമ്മുടെ കമ്പനിക്കുണ്ട്. അപ്പോൾ ഒരാളുടെ ID നമ്പർ സ്പോൺസർ ചെയ്ത്, അങ്ങനെ സ്പോൺസർ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുക. അപ്പോൾ അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിൽ തന്നെ ഉണ്ടാവും കുറേ സുഹൃത്തുക്കൾ. നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ 10, 500, 1000, 1500 കോണ്ടാക്ട്സ് നമ്പറുകളുണ്ടാവും. അപ്പോൾ അതിലേക്ക് കുറച്ച് സുഹൃത്തുക്കളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ സൂം മീറ്റിംഗ് വഴിയോ അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് പോയി സംസാരിച്ചുകൊണ്ടോ നമുക്ക് ആളുകളെ നമുക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അവർക്കും പ്രോഡക്റ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ ടേൺ ഓവർ കൂട്ടിക്കൊണ്ട് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മഹത്തായ ഒരു അവസരമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങളെല്ലാവരും ഞങ്ങൾ ഹാർദമായിട്ട് ക്ഷണിക്കുന്നു. എൻ്റെ